ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു സമോസ ഉണ്ടാക്കിയല്ലോ. വെറും സമോസ അല്ല, ചിക്കൻ സമോസ. അപ്പോൾ അതിന് വേണ്ടി പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാള കുത്തി അരിഞ്ഞൊരു ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റാം. സവാള നല്ല ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലപ്പൊടിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിൽ നല്ല വേവിച്ചെടുത്ത് ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഉടുത്തിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. ഈ മസാലയും ചിക്കനൊക്കെ എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കാം. നമ്മൾ സമൂസ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് കേട്ടോ. അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് നമ്മളതിങ്ങനെ ഇത് മടക്കുന്നുണ്ടോ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് നമ്മൾ മടക്കി എടുക്കണം കേട്ടോ ഇതിനെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അത് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകില്ല. അതിലേക്ക് നമുക്ക് മൈദ പേസ്റ്റോ ഗോതമ്പ് പൊടിയുടെ വെള്ളം ചേർത്ത് കലക്കി അങ്ങനെ പേസ്റ്റോ എന്തെങ്കിലും ചെയ്താൽ എന്നിട്ട് ഇത് സൈഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോവും. അതൊന്ന് നമ്മളിങ്ങനെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് തിരിച്ച് മരച്ചിട്ട് മൊരിച്ചെടുത്താൽ നല്ല കിട്ടില്ല സമോസ റെഡിയാവും കേട്ടോ. ഇതിനധികം ചൂടൊന്നും വേണ്ട, കാരണം ഒട്ടും കട്ടിയില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ ഇത്തിരി കട്ടി ഉണ്ടാവും, ഇതിൽ ഒട്ടും കട്ടിയില്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞു വരും കേട്ടോ. തിന്നായിട്ടുള്ള ഷീറ്റാണല്ലോ, അവിടെ പെട്ടെന്ന് മൊരിഞ്ഞു വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടിപൊളി സമോസ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാനും. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സിമ്പിളാണല്ലോ. അപ്പോൾ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇത്തിരി മാറ്റി വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിത് നമ്മുടെ നൊയമ്പിൻ്റെ സമയത്ത് സേവ് ചെയ്ത റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോഴാണ് ട്രൈ ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ മോക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. സാധാരണ അവൾ വെജിറ്റബിൾ സമോസ കഴിക്കാറില്ല. അപ്പോൾ ഇത് അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.